താനൂർ നിയോജക മണ്ഡലത്തിലെ കാലവർഷ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ പി.കെ. നവാസ് എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരടങ്ങുന്ന 40 അംഗങ്ങളുള്ള വാർ റൂം സജ്ജമാക്കും. വകുപ്പുകളുടെ ഏകോപന ചുമതല തിരൂർ തഹസിൽദാർക്കും വകുപ്പുകളുടെ കർമ്മപദ്ധതി നോഡൽ ഓഫീസറായ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ചുമതലപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലെ സന്നദ്ധ പ്രവർത്തകരെ സംഘടിപ്പിച്ച് കമ്മ്യൂണിക്കേറ്റീവ് സെൽ രൂപീകരിക്കും. ഇതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കും. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനും ക്യാമ്പുകളുടെ ക്രമീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ദുരന്ത പ്രതികരണ മാർഗരേഖ പ്രകാരം പൂർത്തീകരിക്കാനും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മാർഗരേഖ പ്രകാരം ക്യാമ്പുകൾ സജ്ജമാക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൂട്ടി കണ്ടെത്തണം. ക്യാമ്പുകളിലെ വെൽഫെയർ ഓഫീസർമാരുടെ പട്ടിക നൽകുന്നതിന് വില്ലേജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. മണ്ഡലത്തിലെ പടിഞ്ഞാറ് മേഖലയിലും പൂരപ്പുഴയിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ അടിയന്തര ഘട്ടത്തിൽ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾ സജ്ജമാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകി. കൂടാതെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വിവരങ്ങൾ എത്തിക്കുന്നതിനും വകുപ്പുകൾ ഏകീകരിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും എം.എൽ.എ യോഗത്തിൽ നിർദ്ദേശം നൽകി. കടലിലേക്ക് ഒഴുകിയെത്തുന്ന വിവിധ പുഴകളുള്ള ഒരു നിയോജക മണ്ഡലമായതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മുൻകരുതൽ ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലാതിരിക്കാനുള്ള മുൻകരുതൽ ഉണ്ടാകണമെന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത്. നിലവിലെ സാഹചര്യത്തിൽ താനൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് പ്രത്യേകിച്ച് അപകട സാധ്യതകളൊന്നുമില്ലെങ്കിൽ പോലും ഇതേ സാഹചര്യം പൊതുവെ കാലാവസ്ഥ തുടർന്നു പോയാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളോ വെള്ളക്കയറ്റങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്താണ് പ്രതിവിധികൾ എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട BDOയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളെല്ലാം അതിന്റെ അംഗങ്ങളായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും BDOയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മേൽനോട്ടം വഹിക്കാനുമാണ് നമ്മൾ തീരുമാനിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി നൌഷാദ്, നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P.T. അബ്ദുൽ നാസർ, തെയ്യമ്പാടി കുഞ്ഞിപ്പ, സെക്കീന കുന്നത്ത, K. പ്രേമ, തിരൂർ തഹസിൽദാർ ആഷിഖ്, താനൂർ SHO അൻഷാദ്, ഫയർ ഓഫീസർ അഖിൽ, താനൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിജയകുമാർ, EADA താനൂർ ബാബു സക്കീർ, സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ ഫ്രൈസി, മെഡിക്കൽ ഓഫീസർ ഷംജിത, KSCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കലവതിയാർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ്, മറ്റു ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ പങ്കെടുത്തു.